നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ അച്ഛൻ എന്നെ അറസ്റ്റ് ചെയ്ത് നാണം കെടുത്തി. ഇവളാണെങ്കിൽ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നാണം കെടുത്തി. അവളുടെ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇവളുടെ കാര്യത്തിലും. അതൊന്നും വേണ്ട, എടുത്തിയാടി ഒന്നും ചെയ്യരുത്. നമ്മുടെ പ്ലാൻ ഇപ്പോഴും പാളിയിട്ടില്ല. കുറച്ച് പാടുപെടേണ്ടി വരും. പക്ഷേ മഞ്ജുവിനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് നമ്മൾ പറയിപ്പിക്കും. എന്നെ കുറിച്ച് അവൾക്ക് എല്ലാം അറിയാൻ ഡാഡി. എന്നിട്ടും അവൾ അതിനെ സമ്മതിക്കുന്ന ഡാഡിക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളുണ്ടോടാ. നീ ധൈര്യമായിട്ടിരിക്കേ. നീയുമായിട്ടുള്ള കല്യാണത്തിന് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിപ്പുണ്ടോ? ഗോപാൽജിയെ പോലെ കാശുള്ള ഒരാളുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ ഒരവസരം കിട്ടിയിട്ടും അത് തട്ടിക്കളയാൻ നിനക്ക് മാത്രമേ കഴിയൂ. അമ്മായിയുടെ ഉദ്ദേശം ചേച്ചി ഏതെങ്കിലും ദുഷ്ടന് കെട്ടിച്ചു കൊടുത്ത് ജീവിതകാലം മുഴുവൻ നരകിപ്പിക്കാനായിരിക്കും. അതിന് ഞങ്ങളെ കൂട്ടുപിടിക്കണ്ട. സഞ്ജയിനെ കുറിച്ച് നാട്ടുകാര് പറയുന്നത് അസൂയ കൊണ്ടാണെന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച മനസ്സിലാവും. പിന്നെ കഥയുടെ കാര്യത്തിൽ നിന്റെ ചേച്ചിക്ക് ഒരു ക്ഷാമവും ഇല്ല. സഞ്ജയിനെ കുറിച്ചുള്ള കഥകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നവർക്കേ നിന്നെയും സംശയിക്കാം. സഞ്ജയ് നല്ലവനാണെന്നോ മോശക്കാരനാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സത്യം മുഴുവനായിട്ട് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായി, മഞ്ജുവിന് സഞ്ജയ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അത് നമ്മൾ അവരെ അറിയിച്ചതിന് എന്തിനാ ഇത്രയും പേടിക്കുന്നത്? നിങ്ങൾക്കൊരു ബോധമില്ല മനുഷ്യ. ചില ആളുകളുടെ അടുത്തേ പറ്റില്ല എന്ന് പറയുന്നത് മണ്ടത്തരാ. കാരണം അവർക്കത് കേട്ട് ശീലം കാണില്ല. ഗോപാൽജി അങ്ങനെ ഒരാളാ. അയാളുടെ മകനെയാ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെല്ലാരും കൂടെ അപമാനിച്ചു വിട്ടത്. അയാൾ അത് മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോട്ടെ, ഗോപാൽജി വളരെ വലിയ മനസ്സുള്ള നല്ല മനുഷ്യനായതുകൊണ്ട് ചിലപ്പോ മറന്നെന്ന് വരും. പക്ഷെ ഗിരി ഒന്നും മറക്കില്ല. അത് നമ്മൾ അവരെ അറിയിച്ചതിന് എന്തിനാ ഇത്രയും പേടിക്കുന്നത്? നിങ്ങൾക്കൊരു ബോധമില്ല മനുഷ്യ. ചില ആളുകളുടെ അടുത്തേ പറ്റില്ല എന്ന് പറയുന്നത് മണ്ടത്തരാ. കാരണം അവർക്കത് കേട്ട് ശീലം കാണില്ല. ഗോപാൽജി അങ്ങനെ ഒരാളാ. അയാളുടെ മകനെയാ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെല്ലാരും കൂടെ അപമാനിച്ചു വിട്ടത്. അയാൾ അത് മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോട്ടെ, ഗോപാൽജി വളരെ വലിയ മനസ്സുള്ള നല്ല മനുഷ്യനായതുകൊണ്ട് ചിലപ്പോ മറന്നെന്ന് വരും. പക്ഷെ ഗിരി ഒന്നും മറക്കില്ല. അവന്റെ മുന്നിൽ വെച്ചാണ് സഞ്ജയ് വിഷമത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സഞ്ജയ് തടഞ്ഞതുകൊണ്ട് മാത്ര ഗിരി ഇവിടെ വെച്ച് പ്രതികരിക്കാഞ്ഞത്. ഇല്ലെങ്കിലേ ഈ വീട്ടിലുള്ളവരെല്ലാം ഇതിനകത്ത് അടച്ചിട്ട് അവൻ ഈ വീടിന് തീയിട്ടേനെ. ഇനിയാണെങ്കിൽ ഗിരി വെറുതെ ഇരിക്കില്ല. നിങ്ങളെ എല്ലാവരെയും അവൻ നോട്ടയിട്ട് കാണും. ആരെയും അവൻ വെറുതെ വിടില്ല, പ്രത്യേകിച്ചേ നിന്നെ. അങ്ങനെ ഗിരിയേട്ടന് എല്ലാവരും നോട്ട് വിട്ടിട്ടുണ്ടെങ്കിലേ ആദ്യം പണി കിട്ടാൻ പോകുന്നത് അമ്മായിക്കായിരിക്കും. എനിക്കോ? പിന്നല്ലാതെ ചേച്ചിയോട് ചോദിക്കാതെ കല്യാണത്തിന് സമ്മതമാണെന്ന് ഗോപാൽജിയോട് പറഞ്ഞത് അമ്മായിയല്ലേ? ന്യായമായി ഇതെല്ലാം സംഭവിക്കാൻ കാരണം അമ്മായിയാ. അപ്പൊ ഗിരിയേട്ടൻ ഞങ്ങളുടെ നേരെ തിരിയുന്നതിന് മുൻപ് അമ്മായിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഓ പിന്നെ ഒന്ന് പോടി.
നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലേ ഞാൻ പേടിക്കത്തൊന്നുമില്ല. അവളെ പേടിപ്പിക്കാൻ വന്നേക്കുന്നു. അത് കലക്കി മോളെ, അവള് ശരിക്കും പേടിച്ചു പോയ കേട്ടോ. നീ എന്തിനാ മോളെ പേടിക്കുന്നത്? അമ്മായി പറഞ്ഞതുപോലെ ഗിരി നമ്മളെ എന്തെങ്കിലും ചെയ്താലോ അമ്മാവാ? എന്തിന്? ചേച്ചി ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ചേച്ചിയല്ലേ? സഞ്ജയെ ഇഷ്ടമല്ലെന്ന് തുറന്നു പറഞ്ഞതിന് അവരെന്തിനാ ദേഷ്യം കാണിക്കുന്നേ? ഗിരിക്ക് നമ്മൾ പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ട് കാണില്ല. അത് ശരിയാ മോളെ, നിനക്ക് കുറച്ചുകൂടെ മയത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മയത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാഞ്ഞത്? ഗിരിയേട്ടൻ ചേച്ചിക്ക് സമ്മതമാണെന്നും പറഞ്ഞ് കല്യാണം ഉറപ്പിക്കുമെന്ന് കണ്ടപ്പോഴാ ഞാൻ ഇടപെട്ടത്. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ കാണായിരുന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യണോന്ന് ആലോചിക്കാം. എന്താലോചിക്കാൻ? വരുന്നിടത്ത് വെച്ച് കാണാം അമ്മാവാ. ഞാൻ ഗോപാൽജിയെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിച്ചാലോ? എന്തിന്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ചെന്ന് മാപ്പ് ചോദിക്കുന്നത് ചേച്ചിയുടെ സ്ഥിരം ഏർപ്പാടാ. ചേച്ചി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അതെനിക്കും അറിയാം മോളെ. പക്ഷെ ഇത്രയും വലിയൊരാളെ പിണക്കണ്ടെന്ന് കരുതിയിട്ടാ. ന്യായം നമ്മുടെ ഭാഗത്താ. അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ചേച്ചിയുടെ സമ്മതമില്ലാതെ കല്യാണം ഉറപ്പിക്കാൻ ശ്രമിച്ചത് അയാളുടെ തെറ്റാ. ചേച്ചി ഒരു കാരണവശാലും ഗോപാൽജിയോട് മാപ്പ് ചോദിക്കരുത്. മോളെ, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. മാപ്പ് ചോദിച്ചാൽ നീ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്ന പോലെ ആവില്ലേ? അതിന്റെ ആവശ്യമില്ല. നീ ഇത്ര പെട്ടെന്ന് വന്നോ? ചെക്കൻ കാശുകാരനാകുമ്പോ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എളുപ്പമല്ലേ? ഇന്നത്തേക്കാടാ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്? ആ കല്യാണം നടക്കില്ല. എന്തുപറ്റി? സഞ്ജയ്ക്ക് നല്ല ബുദ്ധി തോന്നി മഞ്ജുവിനെ വേണ്ടെന്ന് വെച്ചോ? അങ്ങനെയായിരുന്നെങ്കിൽ നന്നായനെ. മഞ്ജു സഞ്ജയെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലാന്ന് പറഞ്ഞു. ദൈവമേ, പെണ്ണിന്റെ അഹങ്കാരം നോക്കിയേ. ഗോപാൽജിയുടെ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള യോഗ്യത പോലും അവൾക്കില്ല. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആലോചന വേണ്ടാന്ന് വെക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി? ഇതാ പറയുന്നേ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തരുതെന്ന്. മഞ്ജുന് ഗോപാൽജിയുടെ കുടുംബ മഹിമയെ പറ്റി എന്തറിയാം? പാവം സഞ്ജയ് ആ കുടുംബത്തിന്റെ മുന്നിൽ നാണം കെട്ടുപോയി. ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ വില എന്താണെന്ന് അവൾക്കൂടെ മനസ്സിലാവണ്ടേ? എന്തുപറ്റി? സഞ്ജയ്ക്ക് നല്ല ബുദ്ധി തോന്നി മഞ്ജുവിനെ വേണ്ടെന്ന് വെച്ചോ? അങ്ങനെയായിരുന്നെങ്കിൽ നന്നായനെ. മഞ്ജു സഞ്ജയെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലാന്ന് പറഞ്ഞു. ദൈവമേ, പെണ്ണിന്റെ അഹങ്കാരം നോക്കിയേ. ഗോപാൽജിയുടെ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള യോഗ്യത പോലും അവൾക്കില്ല. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആലോചന വേണ്ടാന്ന് വെക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി? ഇതാ പറയുന്നേ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തരുതെന്ന്. മഞ്ജുന് ഗോപാൽജിയുടെ കുടുംബ മഹിമയെ പറ്റി എന്തറിയാം? പാവം സഞ്ജയ് ആ കുടുംബത്തിന്റെ മുന്നിൽ നാണം കെട്ടുപോയി. ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ വില എന്താണെന്ന് അവൾക്കൂടെ മനസ്സിലാവണ്ടേ? ഉള്ളത് പറയാലോ, സഞ്ജയ് ഒരു പോലീസുകാരിയെ കല്യാണം കഴിക്കാൻ പോകുന്ന കേട്ടപ്പോ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ലാന്ന് ഓർത്തിട്ടാ ഞാൻ മിണ്ടാതിരുന്നെ. ഒരു പോലീസുകാരിയെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും സഞ്ജയ്ക്കില്ല. അതെ, സഞ്ജയ്ക്ക് ചേർന്ന് കുടുംബത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ ചേട്ടൻ വിചാരിച്ചാ കണ്ടുപിടിക്കാൻ പറ്റും. സഞ്ജയെ പോലൊരു പയ്യനെ കല്യാണം കഴിക്കാൻ ഒന്നല്ല 100 പെൺകുട്ടികൾ റെഡിയാവും. പക്ഷേ അതൊന്നും ഇന്നവനേറ്റ അപമാനത്തിന് പരിഹാരമാവില്ല. മഞ്ജു അപമാനിച്ചത് സഞ്ജയെ മാത്രമല്ല, ഗോപാൽജിയെ കൂടിയാ. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അവളെ വെറുതെ വിടരുത് ചേട്ടാ. ദേഹത്ത് യൂണിഫോം കയറിയപ്പോ അവള് വലിയ ആളായെന്നൊരു വിചാരം അവൾക്കുണ്ടായി കാണും. അതാ ഈ അഹങ്കാരം കാണിച്ചത്. അവളെ നിലയ്ക്ക് നിർത്തണം. അതിന് പറ്റിയൊരു പണി അവൾക്ക് കൊടുക്കണം.
മിണ്ടാതിരിക്കടി. വെറുതെ അവനെ ഓരോന്നും പറഞ്ഞ് ഇളക്കി വിടാൻ നോക്കിക്കോ. മോനെ, നീ വെറുതെ പ്രശ്നത്തിനൊന്നും പോണ്ട. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അമ്മേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരാൾ ഗോപാൽജി അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഗിരിക്ക് അതിനേക്കാൾ വലിയൊരു അപമാനമില്ല. അവളെ ഞാൻ വെറുതെ വിടില്ല. ഈ നാട്ടിൽ അവള് മനസമാധാനത്തോടെ ജീവിക്കില്ല.